KTU 2019 സ്കീമിൻ്റെ മെക്കാനിക്കലിലെ മെക്കാനിക്സ് ഓഫ് മെഷീനറിയിലെ മൊഡ്യൂൾ 1 തിയറിയാണ്. അത് നമുക്ക് ബേസിക്കുള്ള ഡെഫിനേഷൻസൊക്കെ നോക്കാം. ഒരു മെഷീൻ എടുക്കുകയാണെങ്കിൽ അതിലെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റിനെയാണ് നമ്മൾ കൈനമാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത്. ഒരു റിജിഡ് ബോഡി ആയിരിക്കും. ഇത് വേറെ ഒബ്ജക്റ്റായിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. ഇതുപോലത്തെ രണ്ട് ലിങ്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൈനമാറ്റിക് പെയർ എന്ന് വിളിക്കുന്നത്. ഇതുപോലത്തെ കൈനമാറ്റിക് പെയറുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുക, അതായത് ലാസ്റ്റ് ലിങ്കും ഫസ്റ്റ് ലിങ്കും ജോയിൻ ചെയ്യണം. അങ്ങനെ ഒരു ചെയിൻ ആക്കുന്നതിനെയാണ് നമ്മൾ കൈനമാറ്റിക് ചെയിൻ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ ഒരു കൈനമാറ്റിക് ചെയിനിൽ ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണ്ട ഒരു മോഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഒരു മെക്കാനിസം എന്ന് വിളിക്കുന്നത്. എത്ര ഇൻപുട്ട് നമുക്കൊരു മെഷീൻ അല്ലെങ്കിൽ മെക്കാനിസത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇൻഡിവിജ്വലായിട്ട് ഇൻഡിപെൻഡൻ്റ്ലി, അതിനാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുന്നത്. ഒരു ഫോം ഓഫ് എനർജീനെ വേറെ ഫോം ഓഫ് എനർജിയിലേക്ക് മാറ്റാൻ വേണ്ടി ഇതുപോലത്തെ ലിങ്ക്സിൻ്റെ അല്ലെങ്കിൽ എലിമെൻറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് ഒരു കൺസ്ട്രെയിൻറ്റ് റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഡിവൈസിനാണ് നമ്മൾ മെഷീൻ എന്ന് വിളിക്കുന്നത്. കൈനമാറ്റിക് പെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ അടുത്തായിട്ട് രണ്ട് ലിങ്ക് തമ്മിലൊരു സ്ലൈഡിങ് മൂവ്മെൻറ്റ് ഉണ്ടാവുക, അതിനാണ് സ്ലൈഡിങ് പെയർ എന്ന് വിളിക്കുക. പിസ്റ്റൺ സിലിണ്ടറൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ ഒരു ലിങ്കിന് ചുറ്റും വേറൊരു ലിങ്ക് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിവോൾവ് ചെയ്യാനാണ് ടേണിങ് പെയർ എന്ന് വിളിക്കുന്നത്. ലെയ്ത്ത് സ്പിന്നിലേക്ക് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്. രണ്ട് ലിങ്കുകൾക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മളൊരു ബോളോ അല്ലെങ്കിൽ റോളറോ കൊടുക്കുക, അതിനെയാണ് നമ്മൾ റോളിംഗ് പെയർ എന്ന് വിളിക്കുന്നത്. ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് രണ്ട് ലിങ്കുകൾ തമ്മിൽ മൂവ്മെൻറ്റ് കിട്ടുന്നതിനാണ് സ്ക്രൂ പെയർ എന്നും. ഒരു സ്പെറിക്കൽ മൂവ്മെൻറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ അതിനെ നമ്മൾ സ്പെറിക്കൽ പെയർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ കാറിൻ്റെ ബൈക്കിൻ്റെയൊക്കെ മിറർ അതിൻ്റെ എക്സാമ്പിളാണ്. ടൈപ്പ് ഓഫ് കോൺടാക്റ്റ് വെച്ചിട്ട് നമ്മൾ വേറെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ട് സർഫസ് തമ്മിലാണ് കോൺടാക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ലോവർ പെയർ എന്ന് പറയും. സ്ലൈഡിങ്ങും ടേണിങ്ങും ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ലൈൻ അല്ലെങ്കിൽ പോയിൻറ്റ് കോൺടാക്റ്റ് ആണെങ്കിൽ അത് ഹയർ പെയർ, നമ്മൾ ഡിസ്ക് ബെൽറ്റൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. നമുക്ക് വേണ്ട ഒരു മൂവ്മെൻറ്റ് മാത്രം കിട്ടാതെ സെൽഫ് ക്ലോസ്ഡ് പെയർ എന്നും, അതുപോലെ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം കീപ്പ് ഇൻ കോൺടാക്റ്റ് ആയിട്ടുള്ളതിനാണ് ഫോഴ്സ്ഡ് ക്ലോസ് പെയർ എന്ന് വിളിക്കുന്നത്. ഒരു മെക്കാനിസത്തിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്രൈറ്റീരിയനാണ് കുർട്സ്പാച്ച് ക്രൈറ്റീരിയൻ. ഇതിൽ N ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. L എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലിങ്ക്, J നമ്പർ ഓഫ് ബൈനറി ജോയിൻറ്റ്, H എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഹയർ പെയർ. താഴെ കാണുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 1, 2, 3 എന്ന് എഴുതിയിരിക്കുന്നതാണ് ലിങ്ക്. അപ്പോൾ L 3, 1ഉം 2ഉം ജോയിൻ ചെയ്യുന്ന B ഒരു ബൈനറി ജോയിൻറ്റ്, അതുപോലെ 1ഉം 3ഉം ജോയിൻ ചെയ്യുന്ന A ഒരു ബൈനറി ജോയിൻറ്റ്, 2ഉം 3ഉം ജോയിൻ ചെയ്യുന്ന C അടുത്ത ബൈനറി ജോയിൻറ്റ്. അങ്ങനെ 3 ബൈനറി ജോയിൻറ്റ് ഉണ്ട്. സർഫസായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല, അതാണ് H0 എന്ന് എഴുതിയേക്കണം. അങ്ങനെ നമുക്ക് N = 0 എന്ന് കിട്ടും. അപ്പോൾ അതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ല അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു സ്ട്രക്ചർ ആണെന്നാണ് നമുക്കതുകൊണ്ട് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 4ഉം 5ഉം മീറ്റ് ചെയ്യുന്നുണ്ട്, അതേ പോയിന്റിൽ തന്നെ 1ഉം മീറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ രണ്ട് ബൈനറി ജോയിൻ്റ് ഉണ്ട്. അതുപോലെ C എന്ന് പറഞ്ഞ പോയിന്റിലും രണ്ട് ബൈനറി ജോയിൻ്റ് ഉണ്ട്. അഗൈൻ Dയിൽ ഒരു ബൈനറി ജോയിൻറ്റ്, Bയിൽ ഒരു ബൈനറി ജോയിൻറ്റ്. അങ്ങനെ L5 J6 എന്ന് കിട്ടും. അതും ഒരു സ്ട്രക്ചറാണെന്ന് കിട്ടും. N = 0 ആണ്. അതുപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യനിൽ 3, 2ഉം 3ഉം അതുപോലെ 4ഉം 1ഉം ഇത് രണ്ടും സർഫസ് കോണ്ടാക്റ്റാണ്. അവിടെയാണ് H വരുന്നത്. അപ്പോൾ രണ്ട് കേസിലും H1 വരും. അങ്ങനെയാണ് നമ്മൾ എല്ലാത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നത്. ഗ്രിബ്ലർ ക്രൈറ്റീരിയൻ പറയുന്നത് ഓവറോൾ മൊബിലിറ്റി ഓഫ് ദ മെക്കാനിസം യൂണിറ്റി ആണെന്നാണ്. അപ്പോൾ നമുക്ക് N = 1 എന്ന് എഴുതാം. N1 കിട്ടണമെങ്കിൽ H0 ആയിരിക്കണം. അത് നമ്മൾ കുർട്സ്പാച്ച് ക്രൈറ്റീരിയയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ഗ്രിബ്ലേഴ്സ് ഇക്വേഷൻ. ഗ്രഷോഫ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു 4 ബാർ മെക്കാനിസം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ ലിങ്കും ഏറ്റവും വലിയ ലിങ്കിൻ്റെ ലെങ്ത്തോടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കി രണ്ട് ലിങ്കിൻ്റെയും ലെങ്ത്ത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ നമുക്കൊരു കണ്ടിന്യൂസ് റിലേറ്റീവ് മൂവ്മെൻറ്റ് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ക്ലാസ്സിൽ 4 ബാർ മെക്കാനിസത്തിൻ്റെ വെലോസിറ്റി പഠിച്ചു, അതുപോലെ സ്ട്രാഡർ ക്രാങ്കിൻ്റെ ഒക്കെ വെലോസിറ്റി പഠിച്ചു. അവിടെ നമ്മൾ AD എന്ന് പറഞ്ഞ ലിങ്കാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം. ഇതുപോലെ നമുക്ക് AD അല്ലാതെ ബാക്കിയുള്ള ലിങ്കുകളും ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിൽ കിട്ടുന്ന മൂവ്മെൻറ്റ് വ്യത്യാസമുണ്ടോ. ഇങ്ങനെ ഓരോരോ ലിങ്കുകൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന മൂവ്മെൻറ്റുകളെയാണ് നമ്മൾ ഇൻവേർഷൻ ഓഫ് എ മെക്കാനിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിനി കൈനമാറ്റിക് ചെയിനിൻ്റെ ഇൻവേർഷൻസ് നോക്കാം. ആദ്യം 4 ബാർ ചെയിൻ. 4 ബാർ ചെയിനിന് 3 ഇൻവേർഷൻസാണ് നമുക്കുള്ളത്. നമ്മൾ ആദ്യം 4 ബാർ ചെയിൻ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ക്വാഡ്രാറ്റിക് സൈക്കിൾ ചെയിൻ എന്ന് വിളിക്കും നമ്മൾ. അവിടെ നമുക്കറിയാം AB ആണ് ഫിക്സ് ചെയ്തേക്കണേ. AD റൊട്ടേറ്റ് ചെയ്യും, അതനുസരിച്ച് ബാക്കിയുള്ളതെല്ലാം മൂവ് ചെയ്യും. ഇനി ഇൻവേർഷനിലേക്ക് വരുമ്പോൾ ബീം എഞ്ചിൻ, അവിടെ ഫ്രെയിം ലിങ്ക് 1 എന്നുള്ള സാധനമാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കണേ. AB എന്നുള്ള ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ മുകളിൽ EDC എന്നുള്ള ലിങ്ക്
മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്യും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അടുത്തത് കപ്ലിംഗ് റോഡ് ഓഫ് എ ലോക്കോമോട്ടീവ്. നമുക്കറിയാം ട്രെയിനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ 1 എന്നുള്ള ലിങ്ക് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. AD റൊട്ടേറ്റ് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ട് BCയും റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഒരേപോലത്തെ മൂവ്മെൻറ്റ് കിട്ടും. അടുത്തത് വാട്ട്സ് ഇൻഡിക്കേറ്റർ മെക്കാനിസം. അവിടെ ആ എന്ന് പറഞ്ഞ പോയിൻ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് ഒരു ലൈൻ ട്രേസ് ചെയ്യാൻ പറ്റും. അവിടെ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ BPD എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. A എന്ന് പറഞ്ഞൊരു പിവട്ടാണ്, അതാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കണേ. അങ്ങനെ പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ ട്രേസ് ചെയ്യാൻ പറ്റും. ഈ 4 ബാറിൻ്റെ ഇൻവേഷൻ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് 10 മാർക്സിന് പാർട്ട് ബിയിൽ. അതുപോലെ തന്നെ സ്ലൈഡർ ക്രാങ്കിൻ്റെ ഇൻവേഷനും ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സ്ലൈഡർ ക്രാങ്ക് വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും, പിസ്റ്റൺ മൂവ് ചെയ്യും. അതൊക്കെ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ വെലോസിറ്റി ഡയഗ്രമൊക്കെ വരച്ചതാണ്. അതിന് ഇൻവേഷനിലായിട്ടാണ് പെൻഡുലം പമ്പ്. അവിടെ 2 പിസ്റ്റൺ ഉണ്ട്, 2 പിസ്റ്റണും ഫിക്സഡാണ്. അവിടെ മുകളിലെ പിസ്റ്റൻ്റെ സൈഡിലായിട്ട് കാണിച്ചേക്കുന്ന ആ ഒരു ലിങ്ക് പെൻഡുലം പോലെ മൂവ് ചെയ്യുമ്പോൾ മുകളിലേക്കും താഴത്തേക്കും പിസ്റ്റൺ മൂവ് ചെയ്യും. മുകളിലെ പിസ്റ്റണും താഴത്തെ പിസ്റ്റണും, അങ്ങനെ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടും. ഓസിലേറ്റിംഗ് സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ അവിടെ 3 എന്ന് പറഞ്ഞ ലിങ്ക് ഫിക്സഡാണ്. 2 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 4 എന്നുള്ള പിസ്റ്റൺ സിലിണ്ടർ മെക്കാനിസം മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യും. റോട്ടറി ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ അല്ലെങ്കിൽ ജിനോമ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ പിസ്റ്റൺസ് സർക്കുലർ ഷേപ്പിൽ വച്ചിട്ടുണ്ട്. യൂഷ്വലി 7 സിലിണ്ടറാണ് വയ്ക്കുക. അപ്പോൾ ഒരു സിലിണ്ടർ പുറത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പോസിറ്റ് സിലിണ്ടർ അകത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെ എക്സെൻട്രിക് ആയിട്ട് ഓരോരോ സിലിണ്ടറുകൾ മുകളിലേക്കും താഴത്തേക്കായിട്ട് മൂവ് ചെയ്യുന്ന മൂവ്മെൻറ്റാണ് നമുക്കവിടെ കിട്ടുന്നത്. ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലെവർ ക്വിക്ക് റിട്ടേൺ മെക്കാനിസവും അതുപോലെ തന്നെ വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസവും നമുക്ക് റിട്ടേൺ മോഷൻ ക്വിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഈ 2 കേസിൽ നമുക്കൊരു ക്രാങ്ക് ഉണ്ട്. ആ ക്രാങ്കിൻ്റെ എൻഡ് ഒരു സ്ലൈഡറായിട്ട് വേറൊരു ലിങ്കിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കണേ. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൂവ്മെൻറ്റ് കാരണമാണ് നമുക്ക് ക്വിക്ക് റിട്ടേൺ കിട്ടുന്നത്. അഗൈൻ ഇത് 10 മാർക്സിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ആ ഫിഗർ വരച്ചിട്ട് നമ്മൾ ജസ്റ്റ് 2-3 ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. അടുത്ത ഡബിൾ സ്ലൈഡർ ക്രാങ്കിൻ്റെ ഇൻവേഷനാണ്. 2 സ്ലൈഡർ അത് തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നതിനാണ് നമ്മൾ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് എന്ന് പറയുന്നത്. സ്ക്വേച്ച് വർക്ക് മെക്കാനിസമാണ് അതിൻ്റെ ഒരു ഇൻവേഷൻ. അതിനകത്ത് നമുക്കൊരു സ്ലൈഡർ ക്രാങ്കിൻ്റെ എൻഡിലായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിസ്റ്റൺ റൈറ്റിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും മൂവ് ചെയ്യുന്നതനുസരിച്ച് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റൺ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ ഓൾഡ് ആംസ് കപ്ലിങ്, 2 ഷാഫ്റ്റ് തമ്മിൽ ആക്സിസിൽ ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഓൾഡ് ആംസ് കപ്ലിങ്. അപ്പോൾ ഈ 3 ഇൻവേർഷൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. എസ്പെഷ്യലി 4 ബാറിൻ്റെ സ്ലൈഡർ ക്രാങ്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് മെക്കാനിക്സ് ആണെങ്കിൽ നമുക്ക് പാർട്ട് എയിൽ 3 മാർക്സിനാണ് ചോദിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഫിഗർ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. അവിടെ ആ ഡോട്ടർ ലൈനാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈന് കാണിക്കുന്നത്. അപ്പോൾ പോസ്റ്റർ മെക്കാനിസം ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡ് മെക്കാനിസം, അതുപോലെ അപ്രോക്സിമേറ്റ് സ്ട്രെയിറ്റ് ലൈൻ വയ്ക്കുന്ന കുറച്ച് മെക്കാനിസം കൂടി നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. ഗ്രാസ് സൂപ്പർ മെക്കാനിസം, വാർഡ് മെക്കാനിസം. അപ്പോൾ അതൊക്കെ ആ ഫിഗറും ജസ്റ്റ് ആ എക്സ്പ്ലനേഷൻ മാത്രം 3 മാർക്സിന് വേണ്ടി ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ആണ്. ഔട്ട്പുട്ട് ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സ് ടു ഇൻപുട്ട് ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സ്, റേഷ്യോനെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അതുപോലെ ട്രാൻസ്മിഷൻ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലിങ്കും അതുപോലെ കപ്ലറും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ആംഗിൾ എന്ന് വിളിക്കുന്നത്. കപ്ലർ കർവ് എന്ന് പറഞ്ഞാൽ ക്രാങ്കും നമ്മുടെ ലാസ്റ്റ് ലിങ്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ലിങ്കിനാണ് കപ്ലർ എന്ന് വിളിക്കുന്നത്. അതിലൊരു പോയിൻ്റ് നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കർവിനെയാണ് നമ്മൾ കപ്ലർ കർവ് എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് ഡിസൈൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അതുപോലെ നേരത്തെ നമ്മൾ ക്രിസ് ബാച്ച് ക്രൈറ്റീരിയൻ പറഞ്ഞു 2 ലിങ്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ബൈനറി ജോയിൻ്റ്. അതുപോലെ 3 ലിങ്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ടേർണറി ജോയിൻ്റ്. അതുപോലെ 3-ലധികം ലിങ്കുകൾ ജോയിൻ ചെയ്യാനാണ് ക്വാട്ടർണറി ജോയിൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്തായിട്ട് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. ഒരു ഒബ്ജക്റ്റിൽ ഉള്ളിലോ പുറത്തായിട്ട് നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണ്. ആ മൊമെൻറ്റിൽ ആ പോയിൻറ്റിലെ വെലോസിറ്റി 0 ആവുകയും ബാക്കിയുള്ള ആ ബോഡിയിലെ പോയിൻറ്റ്സ് എല്ലാം ആ പോയിൻറ്റിനെ അബൌട്ട് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ അല്ലെങ്കിൽ ഐ സെൻറ്റർ. അടുത്തായിട്ട് അർണോൾഡ് കെനഡീസ് ഓർ 3 സെൻറ്റർ ഇൻലൈൻ തിയറമാണ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബോഡീസ് റിലേറ്റീവായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 3ൻ്റെയും ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ലിങ്ക് ആണെങ്കിൽ നമ്മളത് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടോട്ടൽ എത്രത്തോളമാണ് അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് കിട്ടും. അതിൻ്റെ പ്രൂഫാണ് നമ്മൾ താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫിഗറിനകത്ത് IABയും
IACയും രണ്ട് ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററാണ്. അങ്ങനെയാണ് ഈ മൂന്നാമത്തെ IBC എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ലൈൻ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് കിട്ടുമെന്നാണ് അർണോൾഡ് കെനഡീസ് തിയറം പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ IBC എന്നൊരു ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ കൺസിഡർ ചെയ്യുകയാണ്. അത് IABയും IACയും ജോയിൻ ചെയ്യുന്ന ലൈനിന് വെളിയിലാണെന്നാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അടുത്തതായിട്ട് IBC ലിങ്ക് Bയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി VBC എപ്പോഴും ആ ലൈൻ ജോയിനിങ് ബിറ്റ്വീൻ IAB ആൻഡ് IACക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതുപോലെ അടുത്തായിട്ട് IBC നമ്മൾ ലിങ്ക് Cയിലാണ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി VBC എന്ന് പറയുന്നത് IACക്കും IBCക്കും ഉള്ള ലൈൻ ജോയിനിങ്ങിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. പക്ഷേ ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം ഏത് ലിങ്കിലാണെങ്കിലും, Bയിലാണെങ്കിലും Cയിലാണെങ്കിലും. അങ്ങനെ വരുമ്പോൾ IBCയുടെ വെലോസിറ്റി ഒരിക്കലും പെർപെൻഡിക്കുലർ ആയിട്ട് വരില്ല. അതായത് IBCയുടെ വെലോസിറ്റി ഒരിക്കലും IAB IBCയും അതുപോലെ IAC IBCക്കും ബോത്തിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരില്ല. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനിലായിട്ട് വരുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ആ തിയറം പ്രൂവ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ കപ്ലർ കർവ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചേക്കുന്നുള്ള ഓൾറെഡി നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട തിയറികൾ എന്ന് പറയുന്നത് ഇൻവേർഷൻസ് ആണ്, 4 ബാറിൻ്റെ ഷ്രാഡക്രാങ്കിൻ്റെ, അതുപോലെ ഡെഫിനിഷൻസ്, ലിങ്ക് എന്താണ്, പേരെന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തായാലും നോക്കി വയ്ക്കുക.